എനിക്ക് ഫുട്ബോൾ വളരെ ഇഷ്ടമാണ്. സാറ് ചെറുപ്പകാലത്ത് ഫുട്ബോൾ കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെയൊക്കെ ഫുട്ബോൾ മാച്ച് ഇപ്പോൾ ഒരു വേൾഡ് കപ്പ് വരെയാണ്, അങ്ങ് കാണാറുണ്ടോ? അങ്ങേക്ക് പ്രത്യേക താല്പര്യമുള്ള ഏതെങ്കിലും കളിക്കാരുണ്ടോ? അത്യാവശ്യം ഞാൻ കാണാറുണ്ട്, അത്യാവശ്യം കാണാറുണ്ട്. ചില കളികൾ നല്ല നിലക്ക് കണ്ടിട്ടുണ്ട്. ഇപ്പൊ തുടങ്ങാൻ പോവാണ്. അതെ, പക്ഷേ ഇത് നമ്മുടെ സമയമായിട്ട് ഒത്തുവരാത്തത് കൊണ്ട്. ജൂലൈയിലാണ്. അതെ, അല്ല, സമയം ഒത്തുവരാറില്ല പലപ്പോഴും. അപ്പോൾ ഉറക്കൊഴിഞ്ഞ് കാണുക എന്നുള്ളത് ഇപ്പൊ ഞാൻ അങ്ങനെ മെനക്കെടാറില്ല. അല്ല, ഈ ഇപ്പൊ അർജന്റീന അല്ലെങ്കിൽ മെസ്സി, അങ്ങനെ ആ സമയത്ത് അവരോടൊക്കെ ചായ്വ് കാട്ടിയ നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ അങ്ങ് ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ചോദിച്ചാണ്. അല്ല, അവരൊക്കെ നല്ല കളിക്കാരായിട്ട് തന്നെ കാണുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ചിലർ അവരെ ജയിക്കാൻ പാടുന്ന നിലയെ എടുക്കാറുണ്ട്. അങ്ങനെ ഒരു നില ഞാൻ എടുക്കാറില്ല. പക്ഷെ അവരെയൊക്കെ നല്ല കളിക്കാരായിട്ട് തന്നെ കാണുകയാണ്. എപ്പോഴും അങ്ങ് ഊർജ്ജസ്വലനായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആരോഗ്യ സംരക്ഷണത്തിന് അങ്ങ് പുലർത്തുന്ന എന്തെങ്കിലും പ്രത്യേക ശീലങ്ങളുണ്ടോ? അതൊക്കെ ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. അതിൽ സാധാരണ എൻ്റേതായ ഒരു മിനിമം വ്യായാമം രാവിലെ ഞാൻ ചെയ്യും, ചെറിയ തോതിൽ. അത് കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണക്രമം, നേരത്തെ ധാരാളം ഭക്ഷണം കഴിക്കുമായിരുന്നു. ഇപ്പം അതിനൊരു ക്രമം പാലിച്ചിട്ടുണ്ട്. ആ ക്രമം തുറന്നു പോവുകയാണ്. വലിയ തോതിൽ ഭക്ഷണം കഴിക്കാത്ത ഒരു രീതിയാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. അത് നല്ല നിലക്ക് തുടരാൻ പറ്റുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. നമ്മൾ അധിക ഭക്ഷണം കഴിക്കുമ്പോൾ അധിക ഭക്ഷണം കഴിക്കണമെന്ന് സ്ഥിരമായിട്ട് തോന്നിക്കൊണ്ടിരിക്കും. അത് ക്രമീകരിച്ചാൽ പിന്നെ പ്രയാസമില്ല. അത്രയും ഭക്ഷണം മതി നമുക്ക് എന്നൊരു നില. അതിലിപ്പം നല്ല സംതൃപ്തി തോന്നുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അങ്ങ് കുട്ടികളുമായിട്ട് നടത്തിയൊരു മുഖാമുഖം പരിപാടിയിൽ ഞാനത് കാണുകയുണ്ടായി. അങ്ങയുടെ കുട്ടിക്കാലത്തെ കഷ്ടപ്പാടുകളെ കുറിച്ചൊക്കെ പറഞ്ഞു. ആ അനുഭവം പിണറായി വിജയൻ എന്ന വ്യക്തിയെയും രാഷ്ട്രീയ പ്രവർത്തകനെയും രൂപീകരിക്കുന്നതിൽ സഹായിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ്? തീർച്ചയായും. അത് അന്നും ആ വിഷമഘട്ടത്തിലും ഒരു വലിയ അഭിമാനബോധം നിലനിർത്താൻ കഴിഞ്ഞിരുന്നു. അത് ആരുടെയും മുമ്പിൽ കൈനീട്ടാതിരിക്കുക, തെറ്റായ ഒരു കാര്യവും ചെയ്യാതിരിക്കുക, അങ്ങനെയൊരു നിലപാട് അന്നേ സ്വീകരിച്ചിരുന്നു. അതിനിടയാക്കിയത് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ ഒരു ദിവസം തലശ്ശേരിക്ക് പോകാൻ കാശില്ല എൻ്റെ കയ്യിൽ. അപ്പോൾ ഒരാൾ കയ്യിൽ നിന്ന് വായ്പ വാങ്ങി. അപ്പോൾ തലശ്ശേരി എത്തി വർത്തമാനം പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ 25 പൈസ വായ്പ വാങ്ങിയിട്ടാണ് വന്നിരുന്നു. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന അന്നത്തെ ഒരു പാർട്ടി നേതാവുണ്ട്, അരിയാക്കണ്ടി അച്ഛൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അയാൾ കേട്ടപ്പോൾ തന്നെ ഒരു ആട്ട ആദ്യം തന്ന്, നിനക്ക് എവിടുന്നടാ പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റും? നീ മേലിൽ ഒരാളുടെക്കൊന്നും വായ്പ വാങ്ങരുത് കേട്ടാ. എനിക്ക് തലശ്ശേരി പോകണമെങ്കിൽ എനിക്ക് തലശ്ശേരി പോകണം, ഇത്ര പൈസ വേണമെന്ന് പറഞ്ഞിട്ട് ആ പൈസ വാങ്ങുക. അതിനപ്പുറം വാങ്ങണ്ട. ആ പൈസയും കൊണ്ട് ടിക്കറ്റ് എടുത്തിട്ട് പോരുക എന്നല്ലാതെ നീ ഇനി വായ്പ വാങ്ങാൻ പാടില്ല ആരോടൊക്കെ. അത് എനിക്ക് വലിയൊരു പാടായി. പിന്നീട് ഒരു വായ്പയും ആരുടെക്കൊന്നും വാങ്ങേണ്ടി വന്നിട്ടില്ല. അത് പിന്നെ എന്താണോ ആവശ്യം, പാർട്ടിയുടെ ആവശ്യത്തിന് പോവുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ പൈസയില്ല, അത് ആ ആവശ്യം പറഞ്ഞിട്ട് പൈസ വാങ്ങുന്നതിൽ തെറ്റില്ല. അതിന് മാത്രം അത് നിറവേറ്റുക. ആ നിലയാണ് പിന്നീട് സ്വീകരിച്ചു വന്നത്.